ഇറാനുമായി നടത്തിയ യുദ്ധം ലോകത്തെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ജോൺ കെറി പറയുന്നത്. അദ്ദേഹം 2015 ഇറാനുമായി ആണവ കരാർ ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടെയാണ്. അദ്ദേഹം പറയുന്നത് ഈ യുദ്ധത്തിലൂടെ, ട്രംപ് നയിച്ച ഈ യുദ്ധത്തിലൂടെ ഇറാന് ഒരു ശക്തിബോധം കൈവന്നിരിക്കുന്നു. അതായത് അമേരിക്കയാണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും നേരിട്ട് അവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ഒരു ശക്തിബോധം ഇറാൻ ഉണ്ടായിരിക്കുകയാണ് ഈ യുദ്ധത്തിലൂടെ എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. I think what many of us spoke about before the war started, I was actually in Florida with former Secretary Mike Pompeo. We did a joint appearance and I was asked what we thought might occur. And I mentioned at that time, people need to be really careful in how they approach this, because Iran knows and understands and uses asymmetrical warfare as effectively as anybody on the planet. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഫ്ലോറിഡയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഈ അമേരിക്ക ഇപ്പോൾ ഇറാനോട് യുദ്ധം ചെയ്യും എന്ന് തോന്നിയ ഘട്ടത്തിൽ ഇപ്പോഴുള്ള സെക്രട്ടറി അടക്കമുള്ള ആളുകളെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവരുമായി നേരിട്ട് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇറാന് അസമമായ യുദ്ധമുറ അറിയുകയും അത് ഉപയോഗിക്കുകയും ചെയ്യാൻ കഴിവുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ഇറാനുമായി യുദ്ധത്തിന് ഇറങ്ങാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അസമമായ യുദ്ധമുറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഭീമൻ രാഷ്ട്രമാണെങ്കിലും ചെറിയ ആയുധങ്ങളെ കൊണ്ട് അവരെ പരാജയപ്പെടുത്തുക, സാമ്പത്തികമായി ഇല്ലാതാക്കുക, അവരെ കൂടുതൽ ക്ഷുഭിതരാക്കുക, മാത്രമല്ല അവരെ ആശങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുക. അതായത് സൈക്കോളജിക്കലായിട്ട് പോലും ഒരു വലിയ ശക്തിയെ തകർക്കാനുള്ള നീക്കം ഇറാൻ നടത്തുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറാന് നന്നായി അറിയാമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ പ്രോക്സികളെ, യമനിലെ ഹൂത്തികളാണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും തുടങ്ങിയ പ്രോക്സികളെ ഉപയോഗിച്ച് ഈ വലിയ ഭീമമായ ചെലവ് വരുന്ന പ്രതിരോധ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുക, അവരുടെ ചെറിയ മിസൈലുകൾ ഉപയോഗിച്ച് അതെല്ലാം തീർത്ത് കളയുക, വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുക. അതുപോലെ തന്നെ ഡ്രോണുകളും അതുപോലെ ചെറിയ മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് കളയുക, അമേരിക്കയുടെ വലിയ ഭീമമായ ചെലവ് വരുന്ന വലിയ സംവിധാനങ്ങളെ തകർക്കുക, അതിനുവേണ്ടി ഇലക്ട്രോണിക് വാർഫെയറുകൾ ഉപയോഗിക്കുക, ചെറിയ സംഖ്യ മാത്രം വില വരുന്ന ഡ്രോണുകൾ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള നീക്കം നടത്താൻ ഇറാൻ അറിയാം. അതാണ് ലെബനാനിലെ ഹിസ്ബുള്ള FPV ഡ്രോൺ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ വലിയ രൂപത്തിലുള്ള ടാങ്കുകളും അതുപോലെ കവചിത വാഹനങ്ങളും അതുപോലെ റഡാറുകൾ ഇതെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഇറാന് വലിയ മുന്നേറ്റം നടത്താൻ കഴിയും. അത് ശ്രദ്ധിച്ചു വേണം ഈ യുദ്ധത്തിലേക്ക് കടക്കാനെന്ന് ഞാൻ പലതവണ ഓർമ്മപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ശ്രദ്ധിക്കാതെയാണ് ഇറാനുമായി യുദ്ധത്തിനിറങ്ങിയത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറയുന്നത് ഇറാന് ഇപ്പോൾ ഒരു ശക്തിബോധം കൈവന്നിരിക്കുന്നു എന്നാണ്. മാത്രമല്ല ചാനൽ പറയുന്നത് ട്രംപ്സ് വാർ ദി വേൾഡ്സ് പ്രോബ്ലം എന്നാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ് ട്രംപ് ചെയ്തത്. അത് നെതന്യാഹുവിന് വേണ്ടി, ഇസ്രയേലിന് വേണ്ടിയാണെങ്കിൽ പോലും വലിയൊരു തെറ്റാണ് ട്രംപ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫലമായി അമേരിക്ക വലിയ വില നൽകേണ്ടി വന്നു. മിഡിൽ ഈസ്റ്റിലുള്ള പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിൽ പോലുമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഇറാൻ തൂത്തെറിഞ്ഞു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ തകർത്ത് കളഞ്ഞു. ഇങ്ങനെ വലിയ രൂപത്തിലുള്ള നഷ്ടമാണ് അമേരിക്കക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ജോൺ കെറി സൂചിപ്പിക്കുന്നത്.